കേരള ചരിത്രത്തിലെ PYQ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽഫോൻസ ഡി അൽബുക്കർക്കാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 മുതൽ 1509 വരെയായിരുന്നു അൽമേഡയുടെ കാലഘട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 മുതൽ 1509 വരെ. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്കാണ്. 1509 മുതൽ 1515 വരെയാണ് അൽബുക്കർക്കിൻ്റെ കാലഘട്ടം. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നത് അൽബുക്കർക്കാണ്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 മുതൽ 1509 വരെയായിരുന്നു കാലഘട്ടം. ഇനി ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നതും അൽബുക്കർക്കാണ്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയും അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നതും അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയും ആരാണ്? അൽബുക്കർക്ക് തന്നെയാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയും അൽബുക്കർക്ക് തന്നെയാണ്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയും അൽബുക്കർക്കാണ്. ഈ പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ, അതായത് മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി കൂടിയാണ് അൽബുക്കർക്ക്. അപ്പോൾ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്നു. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയിയാണ് അൽബുക്കർക്ക്. പിന്നെ പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ, അതായത് മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയും അൽബുക്കർക്ക് തന്നെയാണ്. അതുപോലെ തന്നെ മാനുവൽ കോട്ട പണികഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരിയാണ് അൽബുക്കർക്ക്. മലാക്ക, ഹോർമൂസ് തുടങ്ങിയ കീഴടക്കിയ പോർച്ചുഗീസ് വൈസ്രോയും അൽബുക്കർക്കാണ്. മലാക്കയും ഹോർമൂസും കീഴടക്കിയ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. ഇനി ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയും അൽബുക്കർക്കാണ്. പിന്നെ പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിലായിരുന്നു ആദ്യം, അപ്പോൾ കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയും അൽബുക്കർക്കാണ്. അൽബുക്കർക്കിൻ്റെ കാലഘട്ടം 1509 മുതൽ 1515 വരെയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? അൽമേഡ. 1505 മുതൽ 1509 വരെയായിരുന്നു കാലഘട്ടം. അൽബുക്കർക്ക് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നതും അൽബുക്കർക്കാണ്. അതുപോലെ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയിയും അൽബുക്കർക്കാണ്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. പിന്നെ പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ, അതായത് മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇനി മാനുവൽ കോട്ട പണികഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരിയും അൽബുക്കർക്ക് തന്നെയാണ്. മലാക്ക, ഹോർമോസ് ഇതൊക്കെ കീഴടക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. പിന്നെ പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയിയും അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് വൈസ്രോയി. ഇനി വാസ്കോഡഗാമ ആരായിരുന്നു? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനായിരുന്നു വാസ്കോഡഗാമ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനായിരുന്നു വാസ്കോഡഗാമ. വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1498 മെയ് 20-നാണ്. 1498 മെയ് 20-നാണ് വാസ്കോഡഗാമ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയത്. ഏത് കപ്പലിലായിരുന്നു? സെൻറ്റ് ഗബ്രിയൽ എന്ന പേരുള്ള കപ്പലിലായിരുന്നു വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. ഇനി വാസ്കോഡഗാമ രണ്ടാമതായും മൂന്നാമതായും ഒക്കെ ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു. അതിൽ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം എന്നാണ്? 1502-ലാണ് വാസ്കോഡഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയത്. ആദ്യമായി ഇന്ത്യയിലെത്തിയ വർഷം 1498 മെയ് 20-നാണ്. സെൻറ്റ് ഗബ്രിയൽ എന്ന കപ്പലിലാണ് എത്തിയത്. വാസ്കോഡഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയത് എന്നാണ്? 1502-ലാണ്. ഈ വാസ്കോഡഗാമ മൂന്നാമതും അവസാനമായും ഇന്ത്യയിലെത്തിയത് എന്നാണ്? 1524-ലാണ്. 1524-ലാണ് വാസ്കോഡഗാമ മൂന്നാമതും അവസാനമായും ഇന്ത്യയിലെത്തിയത്. അന്ന് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് ഇന്ത്യയിലെത്തിയത്. വാസ്കോഡഗാമ മൂന്നാമതും അവസാനമായും ഇന്ത്യയിലെത്തിയത് 1524-ലാണ്. ഇവിടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയത് ആണ് അൽവാരിസ് കബ്രാൾ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു? പോർച്ചുഗലാണ് ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയത്. പോർച്ചുഗൽ.
എന്താണ് ഈ കാർട്ടസ് വ്യവസ്ഥ? ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായിട്ട് മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന ഒരു പാസ്സാണ് കാർട്ടസ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനായിട്ട് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ്സാണ് കാർട്ടസ് എന്നറിയപ്പെടുന്നത്. അതായത് ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകിയിട്ട് ഈ കാർട്ടസ് സ്വന്തമാക്കണമായിരുന്നു. അങ്ങനെ ഈ കാർട്ടസ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് കപ്പലിൻ്റെ വലുപ്പം, പിന്നെ അതിലുള്ള കപ്പിത്താൻ്റെയും ജീവനക്കാരുടെയും ഒക്കെ വിവരങ്ങൾ, പിന്നെ ചരക്കിൻ്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം, ഇതൊക്കെയാണ് ആ കാർട്ടസിൽ ഉൾപ്പെടുത്തിയിരുന്ന വിവരങ്ങൾ. കപ്പലിൻ്റെ വലുപ്പം, കപ്പിത്താൻ്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിൻ്റെ വിവരങ്ങൾ, അപ്പോൾ എന്താണ് കാർട്ടസ് വ്യവസ്ഥ? ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ്സാണ് കാർട്ടസ്. അപ്പോൾ ഈ ഒരു നിശ്ചിത സംഖ്യ കരം നൽകിക്കൊണ്ട് ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് ഇങ്ങനെ ഒരു നിശ്ചിത സംഖ്യ കരം നൽകിക്കൊണ്ട് കാർട്ടസ് സ്വന്തമാക്കണമായിരുന്നു. ഈ കാർട്ടസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളാണ് കപ്പലിൻ്റെ വലുപ്പം, കപ്പിത്താൻ്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിൻ്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം. ഇനി ഈ കാർട്ടസ് വാങ്ങാത്ത കപ്പലുകളുണ്ടെങ്കിൽ അവരെല്ലാം കണ്ടുകെട്ടി അതിലുള്ള ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ ചെയ്തിരുന്നു. ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിന് മേൽ കുത്തക സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോർച്ചുഗീസുകാർ ഈ കാർട്ടസ് എന്ന വ്യവസ്ഥ കൊണ്ടുവന്നത്. ഇനി ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 മുതൽ 1509 വരെയുള്ള കാലഘട്ടമായിരുന്നു. രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയും ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയിമാരായിരുന്നു അൽബുക്കർക്ക്. 1509 മുതൽ 1515 വരെയുള്ള കാലഘട്ടമായിരുന്നു. പിന്നെ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകി. കോഴിക്കോട് നഗരം ആക്രമിച്ചു. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു, അതായത് മിശ്ര കോളനി വ്യവസ്ഥ. പിന്നെ മാനുവൽ കോട്ട പണി കഴിപ്പിച്ചു. മലാക്കയും ഹോർമൂസും കീഴടക്കി. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകി. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റി. ഇതെല്ലാം ആരായിരുന്നു? ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയും ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയും എന്നറിയപ്പെടുന്ന അൽബുക്കർക്കാണ്. അൽഫോൻസ ഡി അൽബുക്കർക്കാണ്. ഇനി പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചതാരാണ്? കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത്. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർ. ഈ കുഞ്ഞാലി മരയ്ക്കാർമാർ അവരുടെ ആസ്ഥാനം എവിടെയായിരുന്നു? വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ട, അതായത് കോഴിക്കോട് വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ടയായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർമാരുടെ ആസ്ഥാനം. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർമാർ. ഇനി ഈ പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരയ്ക്കാർമാർ സ്വീകരിച്ച യുദ്ധമുറയുണ്ട്. അതാണ് ഗറില്ല യുദ്ധമുറ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഒളിപ്പോര് എന്നും പറയും. അപ്പോൾ പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരയ്ക്കാർ സ്വീകരിച്ച യുദ്ധമുറയാണ് ഗറില്ല യുദ്ധമുറ അല്ലെങ്കിൽ ഒളിപ്പോര്. ചാലിയം കോട്ട തകർത്തതും കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ തന്നെയാണ്. അപ്പോൾ ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിമാരെ സഹായിച്ചതും കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. ചാലിയം കോട്ട തകർത്തതും കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. ഈ ചാലിയം കോട്ട തിരിച്ചു പിടിച്ചത് 1571 അപ്പോൾ ഈ ചാലിയം കോട്ടയുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് എഴുതിയ ഒരു അറബിക് കാവ്യമാണ് ഫത്ഹുൽ മുബീൻ അല്ലെങ്കിൽ വ്യക്തമായ വിജയം. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് എഴുതിയ അറബിക് കാവ്യമാണ് ഫത്ഹുൽ മുബീൻ അല്ലെങ്കിൽ വ്യക്തമായ വിജയം. ചാലിയം കോട്ട തിരിച്ചുപിടിച്ച വർഷം എന്നാണ് 1571 ചാലിയം കോട്ട തിരിച്ചുപിടിച്ചത്. കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത്. ഇനി ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ ബിരുദം സ്വീകരിച്ചതായിട്ട് അറിയപ്പെടുന്നത് കുഞ്ഞാലി നാലാമനാണ്. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലി നാലാമൻ. കുഞ്ഞാലി മൂന്നാമനാണ് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത്.
കുഞ്ഞാലി മൂന്നാമൻ തന്നെയാണ് ചാലിയം കോട്ട തകർത്തത്. ഇനി പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരക്കാർമാർ സ്വീകരിച്ചിരുന്ന യുദ്ധമുറയായിരുന്നു ഗറില്ല യുദ്ധമുറ അല്ലെങ്കിൽ ഒളിപ്പോര്. ചാലിയൻകോട്ട തിരിച്ചുപിടിച്ച വർഷം എന്നാണ് 1571. ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് എഴുതിയ അറബിക്കാവ്യമാണ് ഫതുഹുൽ മുബീൻ അല്ലെങ്കിൽ വ്യക്തമായ വിജയം. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി നാലാമൻ. അടുത്ത ചോദ്യം, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ഏതാണെന്ന്? ശ്രീരംഗപട്ടണം ഉടമ്പടി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. എന്നായിരുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടി? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. അതായത് ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കാനിടയാക്കിയ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. എന്തുകൊണ്ടാണ്? മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്നാണ് ടിപ്പു ബ്രിട്ടീഷുകാർക്ക് മലബാർ ഈ ഉടമ്പടി വഴി ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കാനിടയായത്. ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല എന്നറിയപ്പെടുന്നതും ഈ മലബാർ തന്നെയാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം 1792 ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചു. പിന്നെ 1800 മലബാർ മദ്രാസ് സർക്കാരിൻ്റെ കീഴിലായി. അതുപോലെ കൊച്ചി 1791 ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി പ്രകാരം ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായി. അങ്ങനെ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതരായി. 1792 ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കൊച്ചി രാജാവ് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായി. 1791 ഉടമ്പടി പ്രകാരമാണ് കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായത്. എന്നാൽ മലബാർ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. 1791 കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായി. എങ്ങനെയാണ്? ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി പ്രകാരം. 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായി. 1795 ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. പിന്നെ 1805 ഇതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യരാജ്യമായിട്ട് മാറി. അപ്പോൾ മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്ന് ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. അടുത്ത ചോദ്യം, മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? നമ്മളിപ്പോൾ തന്നെ പറഞ്ഞതാണ്. ശ്രീരംഗപട്ടണം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. ശരിയല്ലേ? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കാനിങ് പ്രഭുവിൻ്റെ തീരുമാനം അനുസരിച്ച്. അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്ന്. അത് ശരിയാണ്, നമ്മൾ പറഞ്ഞതാണ്. മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്നാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. അപ്പോൾ ഇതിലെ 1ഉം 3ഉം ആണ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ളത്.